വയനാട് ചൂരമലയിൽ പുന്നപ്പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് അധികൃതർ. പുഴയുടെ പുനരുദ്ധാരണ പ്രവർത്തികളൊക്കെ നടക്കുകയാണ്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി പ്രതിനിധികളാണ് ഈ ജോലികൾ നിർവഹിക്കുന്നത്. കമലിലൂടെ ഈ കാര്യങ്ങൾ അവർ വിശദീകരിക്കുകയും ചെയ്യുന്നു. മുണ്ടക്കൈ മലനിരകളിലും കനത്ത മഴയാണ് പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചൂരൽമലയിലൊക്കെ പുന്നപ്പുഴയിൽ നല്ല ഒഴുക്കുണ്ട്. ഇന്നലെയൊക്കെ വെള്ളം കുത്തിയൊഴുകുന്ന സാഹചര്യമുണ്ടായി. ഈ പുഴ പഴയ രൂപത്തിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കുറേയേറെ പ്രവൃത്തികൾ നടന്നു കഴിഞ്ഞു. പടവെട്ടിക്കുന്നിൽ നിന്നുള്ള പുഴയും അതുപോലെ മുണ്ടക്കൈയിൽ നിന്ന് ഒഴുകി വരുന്ന പുഴയും ഒക്കെ കൃത്യമായി രണ്ട് ഭാഗത്തുകൂടി തിരിച്ചുവിട്ടിട്ടുണ്ട്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ മണ്ണിൻ്റെ വലിയൊരു ബണ്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട്. പുഴയുടെ അരിക് കൃത്യമായി ബണ്ട് ആയി രൂപപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയാണ് ഞാനിപ്പോൾ ആ ബണ്ടിന് മുകളിലാണ് നിൽക്കുന്നത്. പുഴയുടെ കര കൃത്യമായി ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സൈറ്റ് എഞ്ചിനീയർ ആയിട്ടുള്ള സലീം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ മഴയ്ക്ക് തൊട്ട് മുന്നെയാണ് തുടങ്ങിയ വൈകി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എത്രത്തോളം പണി നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അല്ലേ, നമുക്ക് കൃത്യമായി ഇറിഗേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൃത്യമായ നിർദ്ദേശത്തെ തുടർന്ന് കൃത്യമായിട്ട് നമ്മളെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നേ നമുക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. വെള്ളം കൃത്യമായിട്ട് ഇപ്പം പരന്ന് ഒഴുകുകയാണ്. പിന്നെ ബെയിലി പാലത്തിൻ്റെ അടുത്ത് നമ്മളെ സ്പാന് കുറച്ച് മീറ്റർ, ഒരു 15 മീറ്ററോളം സ്പാനാണ് ഉള്ളത്. അപ്പോൾ വെള്ളം ഒരിക്കലും മുകളിലോട്ട് കയറാത്ത രീതിയിൽ തന്നെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ സൈഡിൽ കുറച്ച് മണ്ണൊക്കെ ഇന്നലെയൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ട് പറഞ്ഞു. അതിലെന്തെങ്കിലും ആശങ്കേൻ്റെ ഒരു സാഹചര്യം? ഇല്ല, ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലോപ്പ് ചെയ്ത് മണ്ണ് ഇടുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും കുറച്ച് എന്താ പറയുക കർവ് ഭാഗങ്ങളിൽ മാത്രമാണ് മണ്ണ് കുറച്ച് ഒഴുകിപ്പോയിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അതേപോലെ തന്നെ നിലനിന്ന് പോകുന്നുണ്ട്. ഈ പാലത്തിൻ്റെ അടുത്ത് സ്വാഭാവികമായും പാലത്തിൻ്റെ ഒരു വീതിക്ക് അനുസരിച്ചല്ലേ പുഴ അങ്ങനെ നിലനിർത്താൻ പറ്റുള്ളൂ അല്ലേ? അങ്ങനെ തന്നെയാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റും. വേലിപ്പാലത്തിൻ്റെ എന്താ പറയുക, വേലിപ്പാലത്തിന് നമുക്ക് വീതി കൂട്ടാനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് സ്പാന് മാറ്റാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്, അതിന് കൃത്യമായിട്ട് പ്രൊട്ടക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറൊന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പുന്നപ്പുഴയിലെ നീരൊഴുക്ക് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ പ്രതിനിധികൾ പറയുന്നത്. എന്തായാലും നീരൊഴുക്ക് പുഴയിൽ നല്ല ശക്തമാണ്. പക്ഷേ മുമ്പ് നമ്മൾ ഇവിടെ നിന്ന് ദൃശ്യങ്ങൾ പകർത്തിയതിന് ശേഷം ഒരുപാട് പ്രവർത്തികൾ ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.